ഹായ് സുഹൃത്തുക്കളെ, NH66 പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ വളാഞ്ചേരി ബൈപ്പാസിൽ KNRCയിൽ താണ്ഡവമാടാണ് കേട്ടോ. വർഷക്കാലം ആവുമ്പോഴേക്കിന് ഇവിടെയുള്ള വർക്കുകളൊക്കെ ഫിനിഷിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വർക്കാണ് ഇവിടെ. വളരെ സ്പീഡിലാണ് ഇവിടെ വർക്കുകൾ നടക്കുന്നത് കേട്ടോ. വളാഞ്ചേരി ബൈപ്പാസിൽ വട്ടപ്പാറ വയഡക്റ്റ് പാലത്തിൻ്റെ നിർമ്മാണം ഏകദേശം 99% തീർന്നിട്ടുണ്ട്. ഇന്ത്യയിലെ നമ്പർ 1 വയഡക്റ്റ് നിർമ്മാതാക്കളായ KNRCയിൽ തന്നെ കേട്ടോ റെക്കോർഡ് വേഗത്തിലാണ് ഈ പാലത്തിൻ്റെ പണി തീർത്തിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് മണ്ണിട്ട് ഉയർത്തിയ ഭാഗത്തും പണികൾ വളരെ സ്പീഡിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വളാഞ്ചേരി ബൈപ്പാസിൽ ടർഫിംഗ് വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിവൈഡറിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. പല ഭാഗത്തും പല വർക്കുകളാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ മഴക്കാലം ആകുമ്പോഴേക്കിന് ഈ ഭാഗത്തുള്ള പണികളൊക്കെ തീർക്കണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഇവിടെ വർക്കുകൾ നടക്കുന്നത്. നല്ല രീതിയിലാണ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെ വീഡിയോ ഫുള്ളായിട്ട് കാണുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. നമ്മളെ വളാഞ്ചേരി ബൈപ്പാസിൽ പല ഭാഗത്തും പല വർക്കുകൾ നടക്കുന്നത്. നമ്മൾ ഒരു തല മുതൽ ഒരു തല വരെ കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടോളി. നമ്മളെ വളാഞ്ചേരി ബൈപ്പാസ് പൂർണ്ണമായിട്ടും കടന്നു പോകുന്നത് പാടത്ത് കൂടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു പൊടിക്ക് തണലില്ല. ഇവിടെ നല്ല വെയിലാണ്, പെരും വെയിലാണ് കേട്ടോ. ഇപ്പോൾ സമയം 12 മണിയാണ്. 12 മണിക്ക് നിങ്ങൾക്ക് അറിയാലോ, വേനലല്ലേ, ഭയങ്കര ചൂടുണ്ട്, നല്ല ചൂടാണ്. ഭായിമാരൊക്കെ കണ്ടില്ല നിങ്ങൾ. അതിൻ്റെ ഇടയ്ക്ക് 2-3 ദിവസമായിട്ട് വേനൽ മഴയും പെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചൂടും കൂടി നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. പിന്നെ ഇന്ന് 2ാം പെരുന്നാളാണ് കേട്ടോ. 2ാം പെരുന്നാൾക്കാണ് നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ അതിന് നിങ്ങൾ നമുക്കൊരു ലൈക്ക് സ്പെഷ്യലായിട്ട് തരണം കേട്ടോ. അപ്പോൾ നമ്മൾ വളാഞ്ചേരി ബൈപ്പാസിൽ പണികൾ നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, അടുത്ത് നമ്മൾ കാണിക്കാൻ പോകുന്നത് ടർഫിംഗ് വർക്കാണ് കേട്ടോ. വളാഞ്ചേരി ബൈപ്പാസിൽ മണ്ണിട്ട് ഉയർത്തിയ ഭാഗത്ത് റോഡിൻ്റെ 2 സൈഡിലും സ്ലോപ്പ് ചെയ്തിട്ടുള്ള ഭാഗത്താണ് ടർഫിംഗ് വർക്കുകൾ ആരംഭിച്ചിട്ടുള്ളത്. ടർഫിംഗ് വർക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാ മാറ്റ് ഉണ്ടല്ലോ, നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ചവിട്ടി എന്നൊക്കെ പറയും, അതുപോലുള്ള മാറ്റ് വിരിക്കുകയാണ് സ്ലോപ്പ് ചെയ്ത ഭാഗത്ത് കേട്ടോ. അതിനുശേഷം അതിൻ്റെ മുകളിൽ ചെടികൾ വെച്ച് പിടിപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ ഇവിടെ പല ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോവാം. ഇതാണ് ടർഫിംഗ് വർക്ക്. മണ്ണിട്ട് ഉയർത്തിയ ഭാഗത്ത് ഏകദേശം 10 അടിയോളം സൈഡിൽ വാള് പൊക്കിയിട്ട് പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് സ്ലോപ്പ് ചെയ്തിരിക്കുകയാണ് കേട്ടോ മണ്ണ്. ആ സ്ലോപ്പ് ചെയ്ത ഭാഗത്താണ് ഇതുപോലുള്ള നെറ്റ് വിരിച്ചിട്ടുള്ളത്. ഇത് ചകിരി കൊണ്ടുള്ള നെറ്റാണ് കേട്ടോ. കണ്ടില്ല നിങ്ങൾ, ലോഡ് കണക്കിൽ ഇറക്കിയിരിക്കണം കേട്ടോ. ഇവിടെ ഇതൊക്കെ വളാഞ്ചേരി ബൈപ്പാസിൽ വിരിക്കാനുള്ളതാണ്, കണ്ടില്ല നിങ്ങൾ. അതുപോലെ തന്നെ ഇത് കണ്ടില്ല നിങ്ങൾ, ഇതിൻ്റെ മുകളിലൂടെ ഒരു നെറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ചകിരിയാണ്, ചകിരി കൊണ്ടുണ്ടാക്കിയ മാറ്റാണ്. അതിൻ്റെ മുകളിൽ ചെറിയൊരു നെറ്റും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലാണ് പുല്ല് വെച്ച് പിടിപ്പിക്കുന്നത് കേട്ടോ. പുല്ല് വെച്ച് പിടിപ്പിക്കുന്ന കാഴ്ചകളൊക്കെ ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ. അതുപോലെ തന്നെ നമ്മളെ 6 വരിപ്പാതയുടെ സൈഡ് ഭാഗത്ത് ക്രാഷ് ബാരിയർ, ഇരുമ്പിൻ്റെ ക്രാഷ് ബാരിയർ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മെഷീനറി ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ക്രാഷ് ബാരിയർ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഷോർട്സ് വീഡിയോസ് നമ്മളെ ചാനലിലുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ നമ്മളെ ചാനലിൽ കയറി കാണുക. അപ്പോൾ ക്രാഷ് ബാരിയർ നിർമ്മിക്കുന്ന പണികളൊക്കെ ഏകദേശം 90% തീർന്നിരിക്കുന്നു കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെ വളാഞ്ചേരി ബൈപ്പാസിൽ 6 വരിപ്പാതയുടെ മൊഞ്ച് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. റോഡിൻ്റെ ഇരുവശത്തും പുല്ല് വെച്ച് പിടിപ്പിക്കുന്ന വർക്കുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഏകദേശം 1-2 മാസത്തിൻ്റെ ഉള്ളിൽ പുല്ലൊക്കെ വളർന്നു കഴിഞ്ഞാൽ വളാഞ്ചേരി ബൈപ്പാസിൻ്റെ മൊഞ്ച് ഒന്ന് വേറെ തന്നെ കേട്ടോ. അപ്പോൾ എല്ലാവരും വളാഞ്ചേരി കണ്ടില്ല നിങ്ങൾ, വളാഞ്ചേരി കാട്ടിപ്പെരുത്തി ഭാഗമാണ് കേട്ടോ ഈ കാണുന്നത്. ഇപ്പം തന്നെ നല്ല മൊഞ്ചുണ്ട്. ഇനി 6 വരിപ്പാതയുടെ പണികൾ കഴിഞ്ഞാൽ ഇവിടെ മൊഞ്ച് കൂടും, ഇവിടെ ആളുകൾ വരും. അപ്പോൾ സുഹൃത്തുക്കളെ, ഇവിടെയാണ് ടർഫിങ്ങിൻ്റെ അവസാന ഘട്ട വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പുല്ല് വെച്ച് പിടിപ്പിക്കുന്ന വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാ ഭായിമാർ ഇതാ ഇരുമ്പിൻ്റെ തണ്ട് കൊണ്ട് കുഴി കുത്തി കൊടുക്കുകയാണ് കേട്ടോ. ആ കുഴിയിലാണ് ഈ ചെടി വെച്ച് പിടിപ്പിക്കുന്നത്. ഈ ചെടി വെച്ച് പിടിപ്പിച്ചതിന് ശേഷം ദിവസം 2-3 പ്രാവശ്യം വെള്ളം ഉപയോഗിച്ച് നനയ്ക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ സുഹൃത്തുക്കളെ, വളാഞ്ചേരി ബൈപ്പാസിലെ ഏറ്റവും പുതിയ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ കാണിച്ചത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്.